College Days. Welcome to Odysseia College Days. College Days. ഒഡീസിയ കോളേജ് ഡേയ്സിൽ നമ്മൾ എത്തിയിരിക്കുന്നത് കൊല്ലത്തുള്ള യൂണിസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയുടെ ക്യാമ്പസിലാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ക്യാമ്പസാണ് ഇവിടെ. ഇതുപോലെ തന്നെ ഒരുപാട് ബ്യൂട്ടിഫുൾ പെർഫോമൻസസും നമുക്ക് പ്രതീക്ഷിക്കാം എന്ന വിശ്വാസത്തോടുകൂടി ലെറ്റ്സ് സ്റ്റാർട്ട് ഒഡീസിയ കോളേജ് ഡേയ്സ്. ലോകത്തിൻ തോഴർ നാം വാനോളം ആശകൾ നിറയും സഞ്ചാരികൾ നാം പടവുകൾ ഓരോന്നും കയറും നേരത്തും ഹൃദയത്തിൻ കൂടിൽ തെളിയുന്നൊരു ചിത്രം അത് നമ്മുടെ കോളേജ്. Hi everyone, welcome to yet another wonderful episode of Odysseia College Days. നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊല്ലത്തുള്ള യൂണിസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയുടെ ക്യാമ്പസിലാണ്. അപ്പോൾ നമ്മളോടൊപ്പം ഇവിടെ ഒരുപാട് സ്മാർട്ട് ആയിട്ടുള്ള ഫ്രണ്ട്സ് റെഡി ആയിട്ടിരിക്കുന്നു. അപ്പോൾ ഇവരുടെയൊക്കെ ഒരുപാട് പെർഫോമൻസ് വെയിറ്റിംഗിലാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്കൊന്ന് റിഫ്രഷ് ചെയ്യാനായിട്ട് ചെറിയൊരു ടോപ്പിക്ക് ഞാൻ നിങ്ങൾക്ക് തരാം. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ വ്യൂസ് കോളേജ് ഡേയ്സുമായിട്ട് ഷെയർ ചെയ്യണം. അപ്പോൾ ഞാൻ ടോപ്പിക്ക് പറയട്ടെ. അപ്പോൾ ടോപ്പിക്ക് നല്ല സിമ്പിളാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വിഷയമാണ്. എൻ്റെ ഒരു ഫ്രണ്ട് ഈ ഇടയ്ക്ക് പറഞ്ഞു, എൻ്റെ ഒരു സ്കൂൾ മേറ്റ് എൻ്റെ അടുത്ത് പറഞ്ഞു, ഇപ്പോൾ സ്കൂളിൽ പഠിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടും, നമ്മൾ വളരെ ഇൻറ്റിമേറ്റ് ആയിരിക്കും. അത് കഴിഞ്ഞ് കോളേജിൽ വരുമ്പം എൻ്റയർലി ഡിഫറെൻറ്റ് എൻവയോൺമെൻ്റ് ആണ്, നമുക്ക് വേറെ കുറച്ച് ഫ്രണ്ട്സിനെ ആയിരിക്കും കിട്ടുക. അപ്പോൾ നമ്മൾ ലൈഫിൽ സെറ്റിലായി കഴിഞ്ഞ് എല്ലാം കഴിയുമ്പം ഇതിൽ ഏത് ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കും കൂടുതൽ ലാസ്റ്റിംഗ് ആയിരിക്കാം? പേരെന്താ? സേവിത. സേവിത, നല്ല പേരാണല്ലോ. എന്താ സേവിതയ്ക്ക് പറയാനുള്ളത്? എനിക്ക് തോന്നുന്നു സ്കൂൾ ലൈഫാണ് കുറെ കൂടെ നല്ലതായിരുന്നു. ഞങ്ങൾ സ്കൂൾ ലൈഫിൽ നിന്നാണ് ഇപ്പൊ വന്നത്, കോളേജ് ലൈഫ് കയറിയിട്ടേ ഉള്ളൂ. ഇപ്പൊ ഞങ്ങൾക്ക് അറിയില്ല, ഇപ്പൊ സ്കൂൾ ലൈഫിലുള്ളതിനേക്കാളും ഒരുപാട് സ്വീറ്റ് മെമ്മറീസ് കോളേജ് ലൈഫിൽ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്തിരിക്കുന്നവരാരും ബെസ്റ്റ് ഫ്രണ്ട്സ് ഒന്നും അല്ലേ? പിന്നെ അവരെനിക്ക് ഇവിടെ കിട്ടിയ പ്രഷ്യസ് ഫ്രണ്ട്സ് തന്നെയാണ്. എങ്കിലും സേവിത വിശ്വസിക്കുന്നത് സ്കൂൾ ലൈഫിലെ ഫ്രണ്ട്സ് ആയിരിക്കും ബെറ്റർ എന്നാണല്ലേ? എന്ന് ഇപ്പൊ വിശ്വസിക്കുന്നു. കഴിയുമ്പോൾ അപ്പം ഈ വ്യൂ ആയിട്ട് വേറെ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുള്ള ആരെങ്കിലും ഇവിടെ ഉണ്ടോ? പേരെന്താ? അജ്മൽ. അജ്മൽ പറ. സ്കൂൾ ലൈഫിലുള്ള കൂട്ടുകാർ നമുക്ക് കാലകാലം വേണം. എന്നിരുന്നാലും കോളേജിലുള്ള ഫ്രണ്ട്സിന്റെ കാര്യം, ഈ കല്യാണം കഴിയുമ്പോൾ കോളേജിലുള്ള ഫ്രണ്ട്സിനെ അല്ല സ്കൂളിലുള്ള ഫ്രണ്ട്സിനെ വിളിക്കൂ. കുട്ടിയോടാ വിളിക്കും. കല്യാണം കഴിഞ്ഞാലും ഈ സ്കൂളിലെ ഫ്രണ്ട്സിനെ ഓർമ്മിക്കും. ഇപ്പൊ കോളേജിൽ പഠിക്കുന്ന ഒരു വ്യക്തിയാണ് കല്യാണം കഴിക്കുന്നെങ്കിലോ ഓർമ്മിക്കും. ഇവിടെ മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടോ? മെക്കാനിക്കലിലെ പയ്യന്മാരൊക്കെ എല്ലാ കോളേജിലും ദ സ്മാർട്ടസ്റ്റ് ഓഫ് ഓൾ ആണ്. അപ്പൊ മെക്കാനിക്കലിനെ റെപ്രസെന്റ് ചെയ്തൊരാൾ അഭിപ്രായം പറഞ്ഞേ പറ്റൂ. എന്റെ പേര് അല്ലമീൻ. അല്ലമീൻ പറ. ഞാൻ ഫസ്റ്റ് ഇയർ മെക്കാനിക്കലാണ് പഠിക്കുന്നത്. അതെനിക്ക് മനസ്സിലായി. മെക്കാനിക്കൽ എന്ന് പറയുമ്പോൾ എന്താണെന്ന് അറിയാൻ പയ്യ, കോളേജ് വിദ്യാർത്ഥികൾക്കെല്ലാം ഹരമാണ്. ഐ തിങ്ക് ഈ കോളേജിൽ ഏറ്റവും കൂടുതൽ മെക്കാനിക്കലാണ് പവർ എന്ന് പറയുമ്പം മെക്കാനിക്കലിന്റെ പവർ അല്ലേ ഞങ്ങളുടെ സ്കൂളിൽ കാലഘട്ടത്തിലെ ഫ്രണ്ട്സിനെയാണ് ഇഷ്ടം? കോളേജ് ലൈഫിലായിരിക്കോ സ്കൂൾ ലൈഫിൽ ആരായിരിക്കും ലാസ്റ്റിംഗ് ആയിട്ട് വരുന്നത്? ഫ്രണ്ട്ഷിപ്പ് ആരുടെ ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കും? അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ കോളേജ് വന്നപ്പം സ്കൂളിലൊക്കെ നല്ല ഫ്രണ്ട്സ് ആയി എന്ന് പറഞ്ഞാൽ നമ്മൾ സ്കൂളിലെ ഫ്രണ്ട്സിനെ മറക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അന്നേരം എല്ലാവരും ഒരുപോലെ ഫ്രണ്ട്സ് ആണ്. ഇപ്പൊ മിനി എന്തെങ്കിലും അഭിപ്രായം ബാക്കിയുണ്ടോ പറയാൻ? പേര് മുഹമ്മദ് മുസ്ലിം, ഫൈനൽ ഇയർ ഐ ടി ആണ്. സ്കൂളിനെക്കാട്ടും കൂടുതൽ നല്ല ഫ്രണ്ട്സ് ഉണ്ടാവുക കോളേജിൽ തന്നെയാണ്. എന്താ വെച്ചാൽ സ്കൂൾ ലൈഫിൽ ഞങ്ങൾക്ക് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും, അതായത് പാരന്റ്സിന്റെ അണ്ടറിലായിരിക്കും നമ്മൾ വരിക. കോളേജ് ലൈഫിൽ എത്തുമ്പോൾ വെച്ചാൽ നമ്മൾ സ്വന്തമായിട്ട് ഒരു സ്റ്റാൻഡ് കിട്ടും. അപ്പൊ ജസ്റ്റ് ഒരു അളിയാന്നൊരു വിളി വെക്കുമ്പോൾ തന്നെ എത്ര ആൾക്കാർ വിളി വെക്കാനുണ്ടാവും. എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ് ഇവിടെ ഉള്ളത്, എല്ലാവരും ഉണ്ട്. അതുകൊണ്ട് എവർലാസ്റ്റിംഗ് ദീർഘകാലം നിൽക്കുക കോളേജ് ലൈഫ് തന്നെ ആയിരിക്കും.
അപ്പോൾ എന്തായാലും നമ്മളിവിടെ ടോപ്പിക്ക് കൊടുത്തു. ഇവർക്ക് എല്ലാവർക്കും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള അഭിപ്രായങ്ങളാണ് ഉള്ളത്. കുറേ പേര് സ്കൂൾ ലൈഫിലെ ഫ്രണ്ട്ഷിപ്പിനെ സപ്പോർട്ട് ചെയ്യുന്നു, കോളേജ് ലൈഫ്, ചിലർ നഴ്സറിയിലെ, അങ്ങനെ എല്ലാ വിഭാഗത്തിലെ ഫ്രണ്ട്ഷിപ്പിനെ സപ്പോർട്ട് ചെയ്യുന്ന ഫ്രണ്ട്സ് നമുക്കിവിടെ ഉണ്ട്. അപ്പോൾ എന്തായാലും വളരെ സ്മാർട്ടായിട്ടുള്ള കുട്ടികളാണെന്ന് അവർ തെളിയിച്ചു കഴിഞ്ഞു. എന്തായാലും നമുക്ക് ഈ ഫസ്റ്റ് പെർഫോമൻസിനായിട്ട് വരുന്നത് ആരാണെന്ന് നോക്കാം. I'm really gonna miss this place. I'm gonna miss my college days. എന്തായിരുന്നു പെർഫോം ചെയ്യാൻ പോകുന്നത്? ഞാനൊരു ഫിലിം സോങ് ആണ്. ഫിലിം സോങ്. സ്ഥിരം കോളേജിൽ ഇങ്ങനെ പെർഫോമൻസ് ഇല്ല, ഞാൻ ഫസ്റ്റ് ഇയർ ടൈമാണ്. ഓക്കെ. അപ്പോൾ എന്തായാലും ഓൾ ദ ബെസ്റ്റ്. താങ്ക്സ്. I wanna live my life for you, baby. Come on and tell me that you feel it too. I wanna live my life for you, baby. You gotta tell me that you feel it too. ഒരു മധുരക്കിനാവിൻ ലഹരിയിലെങ്ങോ കുടമുല്ലപ്പൂ വിരിഞ്ഞു. അതിലായിരമാശകളാൽ ഒരു പൊൻവല നെയ്യും. തേൻ വണ്ടു ഞാൻ അലരേ, തേൻ വണ്ടു ഞാൻ. ഒരു മധുരക്കിനാവിൻ ലഹരിയിലെങ്ങോ കുടമുല്ലപ്പൂ വിരിഞ്ഞു. അതിലായിരമാശകളാലൊരു പൊൻവല നെയ്യും. തേൻ വണ്ടു ഞാൻ അലരേ, തേൻ വണ്ടു ഞാൻ. അധരമൃത ജലശേഖരം നയനമദന ശിശിരാമൃതം. ചിരിമണിയിൽ ചെറുകിളികൾ മേഘനീലമൊഴുകി വരൂ. പൂഞ്ചുരുൾ ചായൽ എന്തൊരു മാനം, എന്തൊരാവേശം. ഒന്ന് പുൽകാൻ, ഒന്നാകുവാൻ അഴകേ, ഒന്നാകുവാൻ. ഒരു മധുരക്കിനാവിൻ ലഹരിയിലെങ്ങോ കുടമുല്ലപ്പൂ വിരിഞ്ഞു. അതിലായിരമാശകളാലൊരു പൊൻവല നെയ്യും. തേൻ വണ്ടു ഞാൻ അലരേ, തേൻ വണ്ടു ഞാൻ. കളഭനദികളൊഴുകുന്നതോ, കനകനിധികളുതിരുന്നതോ, പനിമഴയോ പുലരൊളിയോ, കാലഭേദമൊഴുകി വരും കാവ്യസംഗീതം. കണ്ണിത്താരുണ്യം സ്വർണ്ണത്തേൻ കിണ്ണം അതിൽ വീഴും. തേൻ വണ്ടു ഞാൻ നനയും, തേൻ വണ്ടു ഞാൻ.